നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളും ഒക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നത്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാം. നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കോ, കുറേ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എന്തപ്പാ മറന്നാ? എനിക്ക് മനസ്സിലായില്ല. അയ്യോ, എത്ര വേഗം! ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ കണ്ടില്ലേ? മറന്നാ? എന്തിനപ്പാ ഇത്? അതാരപ്പാ? സൗണ്ട് കേട്ട് മനസ്സിലാവുന്നില്ലേപ്പാ? ഒന്ന് ഓർത്തേ. ഹരിപത്രാവരം എന്ന് കേട്ടിട്ടുണ്ടോ? നമസ്കാരം. നമസ്കാരം. ടി വി ഇതായിപ്പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഇന്നത്തേത്. ടി വി കാണുന്നില്ല ഇപ്പോ? ശരി, ഞാൻ പിണങ്ങി. എന്താ ശരിയാക്കാത്തെ വിശേഷം? പിന്നെ അതല്ലെന്ന് ടി വി എന്താ ശരിയാക്കാത്തെ? നമ്മുടെ പ്രോഗ്രാം എന്താ കാണാത്തെ? പ്രോഗ്രാം ഇന്ന് കാണാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പക്കലെന്ന് വെച്ചാൽ അതിന്റെ ചെറിയൊരു കോഡ് വയറ് ചെറിയൊരു ഇതായിപ്പോ. ഇന്ന് തന്നെ ശരിയാക്കണം കേട്ടോ. ആ ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയൂ. എന്താണ് സംഭവം? അത് മകളുടെ ഒരു ഇത് പഠിച്ച. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 11/1/2006. സമയം രാവിലെ 3:8. സോറി, വെളുപ്പിനെ. രോഹിണി നക്ഷത്രം. ബുധനാഴ്ച ദിവസം, ധനു 27-ാം തീയതി. അതെ. മോള് നല്ലോണം പഠിക്കട്ടെ. ചെറിയ അശ്രദ്ധയുണ്ട്. ഇപ്പം ജ്യോതിഷത്തിൽ കണ്ടകശനി എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. അത് മാത്രമല്ല, മോൾക്ക് ഇപ്പോൾ രാഹുർദശയിൽ ശനിയുടെ അപഹാരവും നടക്കുന്ന സമയമാണ്. തടസ്സങ്ങൾ നല്ലതുപോലെ ഉണ്ടാവും. ശ്രദ്ധക്കുറവ് ഉണ്ടാകാതിരിക്കാൻ നോക്കാൻ പറയണം. അശ്രദ്ധ ഉണ്ടായാൽ അത് പഠിത്തത്തിൽ കുറച്ച് തടസ്സങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ വേണ്ടി മോളോട് പറയണം. നല്ല കുട്ടിയാണ്, നല്ല ഭാവി ഉണ്ടാക്കേണ്ട കുട്ടിയാണ്, നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്, നല്ല രീതിയിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു കുട്ടിയൊക്കെയാണ്. പക്ഷെ അശ്രദ്ധ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന് മോളോട് പറയണം. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ മോളുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ടുപേരും ജാതകം എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞ. രണ്ടാമത്തെ മോളുടെ 29/11/2008. സമയം വൈകുന്നേരം 7:40 വൈകുന്നേരം അല്ലേ? ചേട്ടാ, മോളുടേത് മൂല നക്ഷത്രം. വൃശ്ചികം 14-ാം തീയതി. വില്ലത്തിയാ? കുഴപ്പമൊന്നുമില്ല, നല്ല കുഞ്ഞുങ്ങളാണ് ചേട്ടാ. പിന്നെ ജാതകം എഴുതുന്ന കാര്യത്തിൽ ഒന്നാമത് എനിക്ക് എഴുതാനുള്ള ഒരു സമയമില്ല. പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ജാതകം അങ്ങനെ എഴുതാറില്ല. കാരണം ഈ ജാതകം എഴുതുമ്പോൾ നമുക്കതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഈ പിള്ളേർ എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് എടുത്തു വെച്ച് വായിച്ചിട്ട് അവർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് ഡൗൺ ആയി പോകും. കാരണം പോസിറ്റീവ്സ് നമ്മളിപ്പോൾ ഞാൻ ചേട്ടനെ കുറിച്ചൊരു നല്ലൊരു 10 അഭിപ്രായവും മോശം ഒരു 3 അഭിപ്രായവും പറഞ്ഞാൽ ചേട്ടന് ഈ 3 അഭിപ്രായം മോശമുള്ളതിനെ മാത്രമേ മനസ്സിൽ ചേട്ടന് പതിയത്തുള്ളൂ. എന്നാലും അങ്ങനാണോ, ഞാൻ ഇങ്ങനാണോ, എനിക്ക് ഇങ്ങനായി തീരുമോ എന്ന് ചിന്തിക്കുള്ളൂ, അല്ലേ? ഉദാഹരണമായിട്ട് ചേട്ടൻ നല്ല മനുഷ്യനാണ്, എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്, വളരെ നന്മയുള്ള ഹൃദയമുള്ള ആളാണ്, ഭാര്യയൊക്കെ ജീവനേക്കാളുപരി സ്നേഹിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറയുകയാണ് ചേട്ടന് എന്തു ചെയ്താലും കുഴപ്പത്തിൽ ചാടൂ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമേ ചേട്ടൻ്റെ മനസ്സിലിരിക്കൂ. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് ജാതകം എഴുതണ്ട, നമുക്ക് ഗ്രഹനില എഴുതാം. അതാണ് പിള്ളേർക്ക് ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് നമുക്കൊരു ദിവസം എഴുതാം കേട്ടോ. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വെക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.